മോനെ നില്ലുമ്മ. എങ്ങനുണ്ട് മോളെ? അല്ല ഞാനിപ്പോ എവളെ നോക്കാൻ നിങ്ങൾക്ക് വയ്യായിരുന്നല്ലേ? അവളെവിടെ? എന്റെ കുഞ്ഞിനെ കൊന്നോള്. കുഞ്ഞില്ലെങ്കി ഇല്ലാന്നേ ഉള്ളോ? കുഞ്ഞുങ്ങളില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ മാത്രം മതി. കുഞ്ഞുങ്ങളില്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും. എനിക്ക് തുണ അവളും, അവൾക്ക് തുണ ഞാനും. ഞങ്ങൾ മാത്രം മതി ഞങ്ങളുടെ ജീവിതത്തില്. അവളെ നിങ്ങളെ മരുമോള് ജമീല, അവൾ ഇത്രയും കടുംകൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ക്കുന്നതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞോണ്ട്, അല്ലെങ്കിൽ ഞാനിവിടെ നിന്ന് അടിച്ചിറക്കോളാം. ബാ ഷെമി, റൂമിലോട്ട് കിടക്കാം. ബാ. അതെ, ഇതിനുള്ള പരിഹാരം ഞാൻ തന്നെ കാണണം. ഇനി ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല. അവളിനി എന്റെ വീട്ടിൽ വേണ്ട. അവള് വന്ന കാലം തൊട്ട് ഞാൻ അനുഭവിക്കുന്ന ദുരിതങ്ങളായതൊക്കെ ഇനി അത് വെച്ച് ഉറപ്പിക്കാൻ പറ്റത്തില്ല. ജമീല, ജമീല, ഓ നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? നിനക്ക് ഞങ്ങളോട് ചെയ്തതൊന്നും പോരെ കുഞ്ഞെ? ഞാൻ നീ ഇനി ഒന്നും പറയണ്ട, എനിക്കിനി ഒന്നും കേക്കണ്ട. നീ വന്ന കാലം തൊട്ട് ഞാൻ അനുഭവിക്കുന്നതാ. ഇതെല്ലാം ഞാനാ വരുത്തി വെച്ചത്. എന്റെ മോന്റെ കുടുംബജീവിതം തകർത്തത് ഞാനാണ്. എല്ലാം ഞാൻ സമ്മതിക്കുന്നു. ഇനി ഞാൻ അതിനിടവരുത്തത്തില്ല. ഇറങ്ങ്. നേരം അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ രാത്രിയാണ്. നേരം വെളുക്കുമ്പം എന്റെ കൺമുമ്പിൽ പോലും വരരുത്. ഇറങ്ങിക്കോണം ഇവിടുന്ന്. ഞാൻ എങ്ങോട്ടേക്കാന്ന് വെച്ചാ നീ പോയിക്കോണം, കേട്ടല്ലേ? ഇനി ഒരു ദിവസം പോലും, ഇന്ന് രാത്രി മാത്രം നിനക്ക് ഇവിടെ നിൽക്കാം. എന്റെ കുഞ്ഞിനെ വരെ നീ നശിപ്പിച്ചു കളഞ്ഞു. ഇനി നീ ഇവിടെ വേണ്ട. എനിക്കിനി സഹിക്കാൻ പറ്റത്തില്ല നിന്നെ കൊണ്ട്. മാമി, എന്നോട് ക്ഷമിക്കൂ മാമി. മര്യാദയ്ക്ക് ഇന്ന് നേരം വെളുക്കുമ്പോ ഇവിടുന്ന് നീ ഇറങ്ങി തന്നിരിക്കണം. ഒരു തെറ്റ് ഇപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഞാൻ ഉണ്ടല്ലേ നിന്നെ അടിച്ചിറക്കും. അതിന് നീ ഇടവരുത്തരുത്. നീ ആയിട്ട് തന്നെ ഇവിടുന്ന് ഇറങ്ങിക്കോളാം. നേരം വെളുക്കുന്നുണ്ടെ ഇവിടുന്ന് ഇറങ്ങിക്കൊള്ളാം. ഇനി എന്റെ മോന്റെയും കൺമുമ്പിൽ നീ വരാൻ ഇടവരരുത്. നിനക്കുള്ളതായിട്ടുള്ള എന്തുണ്ടോ അതെല്ലാം നീ ഇവിടുന്ന് പറക്കിക്കോണം. ഇവിടെ നിന്റെ ഒരു ഓർമ്മയോ നിന്നെ കുറിച്ചുള്ള ഒന്നോ ഇവിടെ വേണ്ട. ഇന്ന് രാത്രി നീ എല്ലാം പറക്കി കെട്ടി നേരം പരവരാ വിളിക്കുമ്പോ നീ ഇവിടുന്ന് ഇറങ്ങിക്കൊള്ളണം. ഞങ്ങളെ ആരെയും കൺമുമ്പിൽ വരരുത്. എനിക്ക് ഇനി ഇതിൽ കൂടുതലൊന്നും പറയാനില്ല.
മാമി, ഞാൻ പോണോ? മാമി. ഇക്ക, 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 ഒന്ന് വരുവക്ക, എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു. എനിക്ക് നിന്റെ സംസാരം കേൾക്കണ്ട, നിന്നെ നീ കാണേ വേണ്ട. ഇറങ്ങിപ്പോ എന്റെ അടുത്തുനിന്ന്, എന്റെ കൺമുന്നിൽ നിന്ന് പോ. ഇനി ഒരിക്കലും എന്റെ കൺവെട്ടത്തിൽ നിന്നെ കണ്ടുപോകരുത്. മോനെ ഫഹദേ, മോനെ ഫഹദേ, ഇങ്ങ് വാ മോനെ. എന്താ അമ്മി, അമ്മി റെഡിയായ? മോനെ, ഉമ്മി ഷോപ്പിൽ പോയിട്ട് വരേ, വാപ്പി കടയിൽ പോയിട്ട് വരേ, വാപ്പിയുടെ കമ്പനിയിൽ പോയിട്ട് വന്നിട്ട് നമുക്ക് യത്തീംഖാനയിൽ പോണം. പാപ്പുമ്മയുടെ ആണ്ടിനല്ലേ? ആ അതെ മോനെ. അവിടെ ഇന്ന് നമ്മള് പാപ്പമാടെ ആണ്ടായിട്ട് ചോറ് കൊടുക്കാൻ പോവാണ് കേട്ടാ. മക്കള് റെഡിയായി നിക്കണേ. ഇപ്പൊ വരും ഉമ്മ, ഇപ്പഞ്ഞ് വരും. ഇപ്പൊ ജമീലമ്മയെ കൊണ്ടുപോകും. ജമീലമ്മയ്ക്ക് സുഖമില്ലല്ലേ മോനെ. ഇപ്പൊ നമുക്ക് പോയിട്ട് വരാം. അടുത്ത വർഷം നമുക്ക് ജമീലമ്മയെ കൊണ്ടുപോകാം കേട്ടാ. കേട്ടാ ജമീലമ്മയെ നോക്കിക്കോളണേ. മീ ബാപ്പി പോയിട്ട് വരട്ടെ. ബാപ്പി പോയിട്ട് വരട്ടെ മോനെ. ശ്രദ്ധിച്ചിരിക്കണേ. ശ്രദ്ധിക്കണം, മോൻ പുറത്തോട്ടൊന്നും പോയി കളിക്കാൻ പോരുത്. ജമീലമ്മയെ കൂടെ നോക്കിക്കോളണേ. പോയിട്ട് വരാം. പോവാക്ക. ആ പോവാം. ഇന്ന് എത്ര വർഷമായെന്നറിയുമോ മരിച്ചിട്ട്? ഉമ്മ മരിച്ചിട്ട് 10 വർഷമായി. അതെ. എന്റെ കുഞ്ഞിനെ കാണാനുള്ളൊരു ഭാഗ്യം ഉമ്മാക്കുണ്ടായി. ഉമ്മാടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. ഉമ്മാക്കും സന്തോഷം. എന്റെ മോനെ കൊണ്ട് അവിടെ നിന്ന് പോണം. ആ അതെ, കൊണ്ടുപോണം. അന്ന് മാമായി മാമി മരിച്ച സമയത്തെ നീ ജമീലായി കൂട്ടിക്കൊണ്ടുവരാൻ കാണിച്ചില്ല. ഞാൻ ഉമ്മായി ഒരുപാട് എതിർത്തതാ. എന്നിട്ട് നീ കൂട്ടിക്കൊണ്ടുവരാൻ കാണിച്ചൊരു മനസ്സുണ്ടല്ലേ, അവള് അന്ന് അങ്ങനെ ആയിരുന്നെങ്കിൽ അവള് ഒറ്റപ്പെട്ടു ഒന്നും അല്ലാതായി പോയെങ്കിൽ. എനിക്ക് തോന്നിയേക്ക, എന്നോട് എന്ത് വലിയ ക്രൂരത ചെയ്തിട്ടുണ്ടെങ്കിലും അവളുടെ അപ്പോഴത്തെ ഒരു അവസ്ഥ, കാര്യം ഉമ്മ ഇല്ല, വാപ്പ ഇല്ല, പിന്നെ മാനസിക നിലയും തെറ്റിയ അവസ്ഥ, അത് കണ്ടിട്ട് നമ്മൾ എന്തായി, അവളെ ഈ മാസം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം കേട്ടാ. ആ കൊണ്ടുപോവാം. അന്ന് നീ കൂട്ടുന്ന സമയത്ത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. എന്നിട്ട് നിന്റെ ആ ഒറ്റ നിർബന്ധത്തോടു കൂടി ഞാൻ കൊണ്ടുവന്നതാ. അവളുടെ മാനസിക നില തെറ്റിയ ഒരു പെണ്ണിനെ നമുക്കങ്ങനെ ഇട്ട് കളഞ്ഞിട്ട് വരാൻ പറ്റില്ലക്ക. അവള് നിന്റെ അടുത്ത് എന്തുമാത്രം ദ്രോഹം ചെയ്തിട്ടുണ്ടെന്ന് അവള് കാട്ടിക്കൂട്ടിയതൊന്നും ഞാൻ മറന്നിട്ടല്ല കൊണ്ടുവന്നത്. പക്ഷെ നീ കൂട്ടിക്കൊണ്ടുവരണമെന്ന് ഒരേ നിർബന്ധം, അന്ന് കൊണ്ടുവരണമെന്ന് വാശി പിടിച്ച് നിന്നത് കൊണ്ടാ. പക്ഷെ ഇപ്പൊ എനിക്കത് തോന്നുന്നു അത് ശരിയായിരുന്നു എന്ന്. നമ്മളെ വാശിയും വൈരാഗ്യവും ഒക്കെ മറക്കണം. നമ്മൾ അത് മറക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യനെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ കാര്യം. വാ, സമയമില്ല, എനിക്ക് പോയിട്ട് പെട്ടെന്ന് ഷോപ്പിൽ നിന്ന് വരണം. എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ? എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ജമീലമ്മ, ജമീലമ്മ. ജമീലമ്മയ്ക്ക് വയ്യാത്തല്ലേ? മോൻ എന്തിനാ അമ്മ അടുത്ത് വന്നത്? ഉമ്മ നല്ലവളല്ലല്ലേ? ജമീലമ്മ നല്ലവളല്ല, ചീത്തല്ലേ? എന്റെ ജമീലമ്മ നല്ലതാ.
കാണിച്ചു കൂട്ടിയതൊക്കെ എനിക്ക് റബ്ബ് ശിക്ഷ തന്നു പോലെ. എന്നിട്ട് നീയൊക്കെ എന്നോട് കാണിക്കുന്ന സ്നേഹം, നീ നിന്റെ ഉമ്മായും വാപ്പായും എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന് ഞാൻ എന്ത്? ഉമ്മയ്ക്ക് വയ്യാത്തതോ മക്കള്? ഉമ്മ എപ്പോഴാണ് ഉമ്മയുടെ ഈ സ്വഭാവം മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. മക്കൾ എപ്പോഴും അടുത്ത് വരരുത് കേട്ടോ. കേൾക്കോ? ഇത്ര വല്ല ഞാൻ ആശുപത്രി കിടന്നപ്പോഴും എന്നെ നോക്കിയില്ലേ? എങ്ങോട്ടും പോവാനായിട്ട് സ്ഥലമില്ലാഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ എന്നെ കൊണ്ടുവന്നില്ലേ? എന്റെ അസുഖം മാറാതെ പോലും. അതാണ് എന്നോട് ഇവരൊക്കെ. ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഞങ്ങളുടെ രണ്ടാം കെട്ട് എന്ന വെബ് സീരീസിന്റെ ഈ കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഈ കഥ മാത്രമാണ് കേട്ടോ അവസാനിച്ചിരിക്കുന്നത്. പുതിയൊരു കഥ, അതായത് രണ്ടാം കെട്ട് തന്നെയായിരിക്കും ടൈറ്റില്. പുതിയ ഒരു കഥ, പുതിയ കഥാപാത്രങ്ങൾ എല്ലാമായിട്ട് ഞങ്ങൾ അടുത്തത് തുടങ്ങുന്നതായിരിക്കും. ഇപ്പോൾ ഈ കഥയ്ക്ക് കിട്ടിയ എല്ലാ പിന്തുണയും എല്ലാവരുടെയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തുടർന്നും ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി ഈ കഥ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഞങ്ങൾക്ക് സപ്പോർട്ടും എപ്പോഴും ഞങ്ങൾക്കുണ്ടാകണം. ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ കഥയ്ക്കും ഇതേപോലെ സപ്പോർട്ട് ചെയ്യണം എന്ന് നിങ്ങളുടെ സ്വന്തം വീശക്കാരന് ഫാമിലി. നന്ദി. താങ്ക് യു.